രേണുസുതിയുടെ കാമക്കളികൾ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാനിടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ താരമായിക്കൊണ്ടിരിക്കുന്ന രേണുസുതി കൂടുതൽ കുപ്രസിദ്ധി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും കയ്യിരിപ്പുകൾ കൊണ്ടും മാത്രമാണ്. ഇപ്പോഴും കാമക്കളികൾ തുടങ്ങുകയാണ്. രേണുസുതി ആദ്യമേ ഒരു ലൈവ് ഇട്ടപ്പോൾ നാവ് കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ അത് ആരോ ഒരാൾ വീഡിയോ ഇറക്കി വിവാദമായി കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രേണുസുതി ഒരു വീഡിയോ ചെയ്തു. എൻ്റെ ചുണ്ടല് ഇതുപോലെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതേ രേണുസുതി വേറൊരു വീഡിയോ ചെയ്തു. ഒരു നിക്കറൊക്കെ ഇട്ട് ഇവിടം വരെയുള്ള ഇതൊക്കെ കാണിച്ച് അന്നത് ലൈവിൽ പൊക്കിൾ കാണിക്കുക, വയറ് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ രേണുസുതി പിന്നെ ഒരു വീഡിയോയിൽ ഒരു റീൽസിനകത്ത്, ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതിയുടെ റീൽസിനകത്ത് നാവ് കൊണ്ട് ആ പഴയ കാമക്കളി കളിക്കുന്നുണ്ട്. ഇപ്പം ഇത് നിർത്താനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രേണുസുതിയുടെ ചുണ്ട് പൊട്ടിയിരുന്നെങ്കിൽ രേണുസുതി അത് എന്നേ നിർത്തിയായിരുന്നു. ഇത് വീണ്ടും രേണുസുതിക്ക് അറിയാം, സബ്സ്ക്രൈബ് എണ്ണം കൂടാനും ഇങ്ങനെയൊക്കെ ചെയ്താലും പൈസ കിട്ടും, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ വീഡിയോ കാണും. അതിനു വേണ്ടിയുള്ള പരിപാടിയായിരുന്നു രേണുസുതി കാണിച്ചത്. അത് ആരോ ഒരാൾ അത് വീഡിയോ ആക്കി, അത് ലീക്കായി, അത് ഇതായിപ്പോയി. പക്ഷേ ഇതേ രേണുസുതി എന്തുകൊണ്ട് നിർത്തിക്കൂടാ? എനിക്ക് ചുണ്ടിന് ഇതുപോലെ പൊട്ടലുണ്ടായി, ചുണ്ടെല്ലാം പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു. അതേ രേണുസുതി എന്തുകൊണ്ട് വീണ്ടും നിർത്തി? ഇപ്പം രേണുസുതി വീണ്ടും തുടരുകയാണ്. ഇതാണ് രേണുസുതി ഒരിക്കലും ഈ ചെയ്ത കാര്യങ്ങളിലെ ഒന്നും പുള്ളിക്കാരി ചെയ്യത്തില്ല. പുള്ളിക്കാരിക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഈ പൈസ കിട്ടിയതിൻ്റെ ആ ഒരു ഇതാണ് പുള്ളിക്കാരി കാട്ടിക്കൂട്ടുന്നത്, അല്ല വേറൊന്നുമല്ല. ഇപ്പം നമുക്കൊരു പൈസയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ക്യാരക്ടറൊക്കെ ചേഞ്ച് വരുമല്ലോ, ചില ആളുകളുടെ, എല്ലാവരുടെയും അല്ല. എന്നാലും ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇങ്ങനെയാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എന്തും ആകാം എന്നുള്ള രീതിയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെയുള്ള ആ കിച്ചു അത് അതിനെന്തുമാത്രം ചോദിക്കാൻ പറ്റും? അത് അമ്മയായിട്ട് കാണുന്ന ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതിനൊരു സങ്കടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഓരോ വീഡിയോയിലൊക്കെ കിച്ചു അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷേ രേണുസുതിക്ക് ഇപ്പം കാശൊക്കെ കിട്ടുന്നുണ്ട്, അവർക്ക് ആൽബമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രേണുസുതിക്ക് മാറാം. അവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ അവർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോൾ നല്ല പോസിറ്റീവായിരുന്നു. അവർക്ക് അതും മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. അതുകൂടാതെ അവർ വീണ്ടും ഓരോരോ കോമാരത്തിനും അപരാധങ്ങളും ഒക്കെ ഇറക്കുകയാണ്. അപ്പം മനുഷ്യർ പ്രതികരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആര് ചെയ്താലും, നിങ്ങളല്ല ഞാനല്ല, ആര് ചെയ്താലും അത് വിമർശിക്കാനും ഒക്കെ ആളുകളുണ്ടാവും. നല്ല ആരോ വിമർശിക്കുന്നു, ആരും വിമർശിക്കുകയല്ല. ഇനിയും രേണുസുതിയുടെ ഇനിയും ഇതുപോലുള്ള അപരാധങ്ങൾ ഇനിയും തുടരുകയുള്ളൂ, നിൽക്കത്തില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സംശയമില്ല. ഇനിയിപ്പോൾ അതിലും മേളയായിരിക്കും രേണുസുതി കാട്ടിക്കൂട്ടുന്ന ലൈവുകൾ. ഇപ്പം ജീവിക്കാനൊക്കെ അവർക്ക് അത്യാവശ്യം ചുറ്റുപാടുണ്ട്, ജീവിക്കാനുള്ള ജോലിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൂടാതെയാണ് ഇങ്ങനെയുള്ള കാട്ടയങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരയ്ക്കും. താങ്ക് യു, ബൈ.